സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ ആശങ്കയായി മാറുകയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഭയമല്ല, മറിച്ച് ജാഗ്രതയാണ് വേണ്ടത്. സമ്പർക്ക പട്ടികയിൽ എത്ര പേരുണ്ട്, സാമ്പിളുകൾ പരിശോധിച്ചതിൽ എത്ര എണ്ണം നെഗറ്റീവായി, ഇതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അതിൽ സമ്പർക്ക പട്ടികയിൽ ഇപ്പോഴുള്ളത് 461 പേരാണ്. ഇതിൽ തന്നെ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് 27 പേരാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാടേക്ക് വരുമ്പോൾ 209 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇനി സാമ്പിളുകൾ പരിശോധിച്ചതിൽ 48 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിൽ 46 എണ്ണവും നെഗറ്റീവാണ് ആയിട്ടുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 23 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ 23 പേരാണ് ഉള്ളത്. അതേപോലെ തന്നെ ഈ ഒരു നിപ്പ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് 21 ദിവസം ക്വാറന്റൈനിൽ കഴിയണം എന്നതുണ്ട്. നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങളോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളുകളൊക്കെ തന്നെ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിപ്പയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളത്. ഈ ഒരു നിപ്പ വീണ്ടും വന്നതോടുകൂടി പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അത് ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ആശങ്കയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയമല്ല വേണ്ടത്. കൃത്യമായ ജാഗ്രത എടുത്ത് കൃത്യമായ നിരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടേണ്ടതാണ് ചെയ്യേണ്ടത്.